ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ടാട്ടോ. ഞാൻ ജസ്റ്റ് രണ്ടെണ്ണം വാങ്ങിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ പോയി കൈ കഴുകി ശീലിച്ചതുകൊണ്ട് ഇത് ഇട്ടിട്ടും നമ്മൾ പോയി കൈ കഴുകുക, പിന്നെ അത് ഉണങ്ങി എടുത്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര സമയമാവുന്നുണ്ട്. ചിലപ്പം ഇട്ടങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴിങ്ങനെ കൈ കഴുകി നിന്ന് ഇത്രയും നാൾ കൊണ്ടും അങ്ങനല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് യൂസ് ആക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കാരണം ചില ശീലങ്ങൾ മാറാനുള്ളതാണെങ്കിൽ, ആ മാറ്റം നല്ലതാണെങ്കിൽ അത് മാറുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഒരു ഫെറോ റോഷറായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ലേറ്റായിട്ട് വന്നിട്ടുള്ളൊരു ഓർഡറാണ്. അപ്പോൾ പിറ്റേ ദിവസം ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് കേക്ക് വേണമെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഫെറോ റോഷർ ഇവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചു. ന്യൂട്ടെല്ല കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ധൃതി പിടിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഞാൻ ഫെറോ റോഷറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 8 പീസ് വരുന്നൊരു പാക്കറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പുറത്ത് വെക്കാൻ വേണ്ടി 4 എണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ലിങ്സ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് വന്നിട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ടെൻഷനും ഉണ്ട്. കാര്യം ഇതൊരു ഫാദറിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു അച്ഛന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. അപ്പം ആ അച്ഛനാണെങ്കിൽ ഫെറോ റോഷർ കേക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പം വേറൊരു കേക്കും പുള്ളി കഴിക്കത്തില്ല. അപ്പം ആ ഒരു കേക്ക് മാത്രമേ പുള്ളി കഴിക്കത്തുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കേക്ക് ഫെറോ റോഷർ വാങ്ങിക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് കസ്റ്റമർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം മധുരം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കേക്കിൽ നോർമലായിട്ടുള്ള മധുരം നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഷുഗർ സിറപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ പാല് വെച്ചിട്ടാണ് ഞാനത് വെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഒത്തിരി ടൈറ്റായിട്ടല്ല, ഇച്ചിരി ലൂസായിട്ടുള്ള രീതിയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ശകലം മാത്രം ഷുഗർ സിറപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ പാലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. പകരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ന്യൂട്ടെല്ല 1 സ്പൂൺ മാത്രമേ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ന്യൂട്ടെല്ലയ്ക്കാണെങ്കിൽ നല്ല മധുരം കേട്ടോ. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ മധുരം കൂടി പോവുമോ, ന്യൂട്ടെല്ല ഫില്ലിങ്സിലും ക്രീമിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ്